വാ നന്ദിനി. എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞേ. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ആ വേദ പറഞ്ഞത് കേട്ട് നീ എന്നെ കുറ്റവാളിയാക്കരുത്. സത്യമായിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നത്. എനിക്ക് വേണ്ട നിങ്ങളുടെ രക്ഷ. ഞാൻ വരില്ലെന്നാ പറഞ്ഞേ. നന്ദിനി വാ ഇങ്ങോട്ട്. നിന്നെ വീട്ടിലെത്തിച്ച് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. ഞാൻ വരില്ലെന്നല്ല നിങ്ങളോട് പറഞ്ഞു. എന്നോട് വരാനാ പറഞ്ഞത്. അടക്ക. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് വെറുപ്പാ വരാനാ പറഞ്ഞത്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അടക്കം ഇങ്ങോട്ട്. വിട്. വിട് എന്നെ. നന്ദിനി. അയ്യോ മോളെ നന്ദിനി. ഈശ്വരാ. നന്ദിനി മോളെ. നീലേ നന്ദിനി. അയ്യോ നന്ദിനി. നന്ദിനി 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 കണ്ണു തുറക്ക്. നന്ദിനി 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 ഒന്നുമില്ല. നന്ദിനി എന്താ പറ്റിയേ? നന്ദിനി ഗിരി നന്ദിനി എന്താ പറ്റിയെന്ന് പറ. നന്ദിനി പറയേ. നന്ദിനി 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 മോളെ എന്താ പറ്റിയേ? നന്ദിനി. നന്ദിനി കണ്ണ് തുറക്ക്. നന്ദിനി 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 കണ്ണു തുറക്ക്. നന്ദിനി ഗിരി നീ പിടിക്ക. ഹോസ്പിറ്റലിൽ കൊണ്ടുവാ മോളെ. വേഗം. സൂക്ഷിച്ച്. ഡോക്ടർ നന്ദിനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നന്ദിനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നന്ദിനിയുടെ ഉള്ളിലെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. ആ വീഴ്ചയിൽ തന്നെ അബോർഷൻ സംഭവിച്ചിരുന്നു. ഐ എം സോറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കയറി കണ്ടോളൂ. അധികം ഇമോഷണൽ ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് ഇതൊക്കെ വളരെ സില്ലിയായിട്ട് കാണുന്നവരാ അധികവും. എനിക്കങ്ങനെ കാണാൻ കഴിയില്ല ഡോക്ടർ. അവള് ഗർഭിണിയാണെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചതാ ഞാൻ. ഞങ്ങളുടെ വീട്ടില് ആദ്യം ജനിക്കേണ്ട കുഞ്ഞായിരുന്നു. ഒരബോർഷൻ കൊണ്ട് ഒരു സ്ത്രീക്ക് അമ്മയാവാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷം ഞങ്ങൾക്ക് അത്ര വലുതായിരുന്നു. അതത്ര പെട്ടെന്ന് മാറുന്ന സങ്കടമല്ല ഡോക്ടർ. ഇക്കാലത്തും ഇതൊക്കെ നിങ്ങൾ ഇത്ര വലുതായി കാണുന്നതാ അത്ഭുതം. ഒന്നും അവസാനത്തേതല്ലെന്ന് വിശ്വസിച്ചാ എല്ലാ പ്രശ്നവും തീരും. എടോ, കുഞ്ഞുങ്ങൾ ഇനിയും വരും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കയറി കാണാം. ടേക്ക് കെയർ.
സോറി നന്ദിനി, കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, നന്ദിനിക്ക് ഇനിയും അമ്മയാവാൻ കഴിയും. വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ടേക്ക് കെയർ. അതെ, ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാ. അതിന് ഇങ്ങനെ കരയേണ്ട കാര്യമില്ല. നന്ദിനി മോളെ, നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. മിണ്ടരുത്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിങ്ങളാ. ഗിരേട്ടാ, ഇവരോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ. എനിക്കിവരെ കാണണ്ട. നന്ദിനി, നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാൻ നിന്നെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചത്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഗിരേട്ടാ, ഇവരോട് ഇറങ്ങി പോകാൻ പറ ഗിരേട്ടാ. എന്റെ കുഞ്ഞിനെ കൊന്നത് നിങ്ങൾ തന്നെയാ. എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? നന്ദിനി, ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ. നിങ്ങളുടെ മുഖം കാണുന്നതിന് എനിക്ക് വെറുപ്പാ. ഗിരേട്ടാ, ഇവരെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞിന്റെ കൊലയാളിയുടെ മുഖം എനിക്ക് കാണണ്ട. നന്ദിനി, മര്യാദയ്ക്ക് നിങ്ങളോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഗിരി, എടാ, ഇവള് പറയുന്നത് കേട്ടില്ലേടാ? ഏട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗിരി, ഇവള് ഗർഭിണിയാണെന്ന് കേട്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. അത് ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക ഗിരി. എടുത്തി പൊയ്ക്കോ. ഗിരി, നീയും എന്നെ സംശയിക്കാണോ? സംശയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു പോയില്ലേ? ഏട്ടത്തിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെയാ നന്ദിനി വിശ്വസിക്കുന്നത്. നീയും അങ്ങനെയാണോ കരുതുന്നത്? ഞാനിപ്പോ എങ്ങനെ നന്ദിനി അവിശ്വസിക്കും? ഇനി ഏടത്തി ഇവിടെ നിന്നാ നന്ദിനിക്ക് അത് ബുദ്ധിമുട്ടാവും. ഇരി, നന്ദിനിയോട് സ്വാതി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്ക് അറിയില്ലേ? നീലേ, ആ വീഴ്ചയിൽ തന്നെയാ ഞങ്ങളുടെ കുഞ്ഞില്ലാതായത്. ഏട്ടത്തിയുടെ കയ്യിൽ നിന്നാ നന്ദിനി താഴെ വീണതും. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ പറയും? നീയും കണ്ടതല്ലേ നന്ദിനി വീഴുന്നത്? എടാ, അത് ഇവരെന്നെ തള്ളിയിട്ടത് തന്നെയാ. എനിക്ക് ഇവരെ ഇനി കാണണ്ട. ഗിരി, നിനക്ക് എങ്ങനെയാ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? എടതി, ഞങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഏടത്തി ഒന്ന് പോകുന്നുണ്ടോ? നീലേ, ഏടത്തി കൊണ്ടുപോ. എടാ, ഒന്ന് കൊണ്ടുപോവാൻ. ഗിരി, സത്യം മനസ്സിലാക്കാതെയാ നീ സ്വാതിയെ കുറ്റപ്പെടുത്തുന്നത്. എന്ത് സത്യം ഞാൻ ഇനി മനസ്സിലാക്കേണ്ടത്? സത്യമായത് ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ കുഞ്ഞില്ലാതെയായി.
ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എഴുതി? സ്വാതി, അവളെ നീയും സംശയിച്ചല്ലോടാ. മിണ്ടരുത്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിങ്ങളാ. നീലേ, ആ വീഴ്ചയിൽ തന്നെയാ ഞങ്ങളുടെ കുഞ്ഞില്ലാതെയായത്. ഏട്ടത്തിയുടെ കയ്യിൽ നിന്നാ നന്ദിനി താഴെ വീണത്. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ പറയും? നമ്മുടെ കുഞ്ഞിന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റില്ലല്ലോ ഗിരിയേട്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗിരിയേട്ട. നീ കരയാതെ നന്ദിനി. ദൈവം നമുക്കത് വിധിച്ചിട്ടില്ല. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അതിലേറ്റ് സന്തോഷിച്ചവനാ ഞാൻ. പക്ഷെ ആ സന്തോഷത്തിന് ദൈവം ആയുസ് തന്നില്ല. നീ സമാധാനിക്ക് നന്ദിനി. നന്ദിനി, സ്വാതി, താൻ ഇതൊന്നും കേട്ട് തളർന്നു പോകരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ സ്വാതിയെ വിശ്വാസമാണ്. അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഏട്ടാ. വേദ അവളെ അങ്ങനെയാ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. വേദയോ? അതെ, നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത് വേദയാ. അവളുടെ കയ്യിൽ നിന്നാ നന്ദിനിയെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നത്.
പക്ഷെ എന്നിട്ടും അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അതിന് തന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അവളെ കുറ്റപ്പെടുത്തട്ടെ. എപ്പോഴെങ്കിലും നന്ദിനി സത്യം മനസ്സിലാക്കും. അതുവരെ എല്ലാ കുറ്റപ്പെടുത്തലുകളും സഹിക്കണം. സഹിച്ചേ പറ്റൂ. ഏതായാലും നമുക്ക് പോവാം. നന്ദിനി, ഗിരിയേട്ടാ, നന്ദിനി, താനിങ്ങനെ കരയല്ലേ? നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടില്ല. നമ്മുടെ കുഞ്ഞ് ഗിരേട്ടനെ അച്ഛന്ന് വിളിക്കുന്നതും നമ്മൾ കൊഞ്ചിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. ദൈവത്തിനാണോ അത് സ്വാതിയർത്തിക്കാണോ ഇഷ്ടപ്പെടാതിരുന്നത്? മകനക്ഷത്രത്തിലുള്ള പെൺകുഞ്ഞ് നമുക്ക് ജനിച്ചാലോന്ന് അവര് ഭയപ്പെട്ട് കാണും. അതിന്റെ അസൂയ കൊണ്ട് തന്നെയാ അവര് നമ്മളോട് ഈ ചതി കാണിച്ചത്. സാരമില്ല, ദൈവം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളെ തരും. നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. എന്നാലും ആദ്യം എന്റെ വയറ്റിൽ കൊടുത്ത ജീവനല്ലേ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്. അതിനെ കൊന്നു കളഞ്ഞല്ലോ. നന്ദിനി, താനിങ്ങനെ കരയല്ലേ? നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, ഉപദ്രവിച്ചു. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത്. സത്യമായിട്ടും സ്വാതിയെടുത്തിന്റെ പൂജാ വിഗ്രഹം ഞാൻ എടുത്തിട്ടില്ല. ഗിരിയേട്ടന് ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണം. എനിക്കിപ്പോ നിന്നെ വിശ്വാസമാണ്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല. നീ എന്നോട് ക്ഷമിക്കണം നന്ദിനി. ഞാൻ പറയുന്ന വിശ്വസിക്കാൻ നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ കളയേണ്ടി വന്നല്ല ഗിരിയേട്ട. ഡോ സ്വാതി, ഇറങ്ങടോ. ദേ, സംഭവിച്ചു കഴിഞ്ഞൊന്നും ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിൽ താൻ കുറ്റക്കാരിയുമല്ല. പഴയതുപോലെ തല ഉയർത്തി തന്നെ അകത്തേക്ക് കയറേണ്ടത്. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായോ? എന്തായാലും താൻ ഇറങ്ങ. ഡോ, അതി കയറ്. സ്വാതി, അവരെവിടെ? അച്ഛാ, അവര് വരും. നാളെ രാവിലെ ഞാൻ പോകുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. നന്ദിനി ആകെ നിലതെറ്റിയിരിക്കുക. സ്വാതിയെ അവള് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വാതി കാരണമാ അവളുടെ കുഞ്ഞ് നഷ്ടമായെന്നാ നന്ദിനി പറയുന്നത്. നന്ദിനി അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്?